അപ്പം നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയി വൈകുന്നേരം നമ്മളിങ്ങനെ നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിൽ കൊണ്ട് പോകട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പോവാം. ഇതാണ് ഇവിടുത്തെ ചരക്കുണ വണ്ടി, സാധനങ്ങളൊക്കെ കൊണ്ടുപോണേ. നമ്മുടെ നാട്ടിലെ കല്ലിട്ട് മെഷീനാണ് കറക്റ്റ്. അതിൽ ഗിയറൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിൽ ബോഡിയൊക്കെ കൊടുത്താണ്ട് നേരെ ലോഡ് ഉണ്ടോ മാതിരി ആൾക്കാർ ഇരിക്കും ചെയ്യട്ടോ. കാരണം വെച്ചാൽ കറക്റ്റ് 2 സൈഡിൽ ഇരിപ്പം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരെ സാധനം കയറ്റാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ വണ്ടികൾ. വണ്ടിയിൽ നമ്പറുണ്ട് LD5023. ഇവിടുത്തെ കട കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ സൈറ്റ് എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കട്ടോ. ഇത് 2 സൈഡിലും തെങ്ങും വേണ്ടി ഞങ്ങൾ കൈ കുടി 2 സൈഡിലും തെങ്ങ് വേണ്ടി കിടക്കുന്നുണ്ട്. അതാണ് ലക്ഷദ്വീപിൻ്റെ ഏകൊരു എന്താ പറയുക ലാൻഡ്മാർക്ക് എന്ന് പറയാം. ഇവിടെ ആടുകളൊക്കെ വളർത്തുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ട് ആടുകളേ ഉള്ളൂ. ചിക്കനും ബീഫൊക്കെ ഫ്രീസറാണ്. ഇനിയിപ്പോ ഇത് ഇവിടുത്തെ ട്രാൻസ്ഫോമറോ? ട്രാൻസ്ഫോമറാ? എന്താ ഇവിടെ സബ്സ്റ്റേഷനാണ്. അല്ല ഞാൻ പറയാം, നമ്മളെ നാട്ടിൽ നിന്ന് പറയില്ലല്ലോ. ഇതെന്തോ ആണ് കരണ്ടിന്റെ. ഇവിടെ ഉള്ളി നാട്ടിൽ മാതിരി എല്ലാ വണ്ടിയും പുതിയ നിൽക്കാം. സ്പെൻഡർ, അതിന് കവാസാക്കി അല്ല, സ്പെൻഡറും ബോക്സറൊക്കെയാണ്. പാഷൻ പ്രോ അതൊക്കെയാണ്. കാരണം വെച്ചാലേ ഇവിടെ മറ്റേ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ സൈക്കിളാണ്. ഇവിടെ എങ്ങനെയൊക്കെ കേട്ടോ, വീടുകളിൽ ചിക്കൻ അവൈലബിൾ ആണ് ചോദിച്ചത്. കടയിലുണ്ട് ഫ്രീസർ ചിക്കൻ ആട്ടോ അവിടെ വരിക ഏറ്റവും കൂടുതൽ. ഇവിടെ സോളാറൊക്കെ വരുന്നു കേട്ടോ. സോളാറൊക്കെ ഏകദേശം കുറച്ച് വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ് സോളാറിൻ്റെ പരിപാടി. ബിസ്ക്കറ്റോ ഐസ്ക്രീമോ എന്തുണ്ട്? ഇവിടുത്തെ ഓരോ വീടുകളാട്ടോ. ചെറിയ ചെറിയ വീടുകളാണ്. വലിയ 2 നില പേരെ വളരെ അപൂർവം. ഏറ്റവും കൂടുതലുള്ള ചെറിയ വീടുകളാണ്. ഇത് നമ്മളെ സുഹൃത്താണ് മുഹമ്മദ് അലി. അസ്സലാമു അലൈക്കും. വരാ. ചായയും വെള്ളമൊക്കെ കുടിക്കാൻ ഇത്ര ദിവസങ്ങളുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ. വരാ. നമ്മൾ വന്ന് പ്ലംബിങ് വർക്കുണ്ട്. ഇവിടുത്തെ പ്ലംബിങ് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള പ്ലംബിങ് ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൈക്കിളാണ്. ബൈക്ക് വളരെ കുറവാട്ടോ. ഏറ്റവും കൂടുതൽ സൈക്കിളാണ്. ഇതേപോലെ കൊട്ടവണ്ടിയൊക്കെ ഉണ്ട്. റയറായിട്ടാണ് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. ഇത് വലിയ വീടുണ്ടോ നിങ്ങൾ? ഈ വലിയ വീട് ദ്വീപിൽ കയറുമ്പോൾ 5-6 വീട് വലുതൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൊക്കെ ചെറുതാട്ടോ. നമ്മൾ ഏകദേശം നമ്മളെ സൈറ്റിലെത്താനായി. നമ്മൾ സൈറ്റ് കേട്ടോ. ഗേറ്റൊക്കെ വെറൈറ്റിയാ. ഇനിയിപ്പോ ഗേറ്റ് തുറക്കേ. വെറൈറ്റി ലോക്കാണ്. അത് നീക്കിയിട്ടാളെ കായ്മ കേട്ടോ. അവിടെ മതിലൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയല്ലോ. ഇനിയിപ്പോ ഇതാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ ഈ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ. ഇവിടെ വയറിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, സ്വിച്ച് ബോർഡ് വെക്കണം, ഡീപ് ഡ്രസ്സിങ്, ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതൊരു ഷോപ്പ് ഏരിയ ആണ്. പിന്നെ അപ്പുറത്ത് ഒരു വീടുണ്ട്, ഹാള്, പിന്നെ ഒരു ബെഡ്റൂം, ഒരു കിച്ചണൊക്കെ ഉണ്ട്. പിന്നെ പുറത്തൊരു ബെഡ്റൂമുണ്ട്. മേലേക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. പക്ഷെ ഭാവിക്ക് നമുക്കൊന്ന് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതാണ് പുറത്തൊരു ബെഡ്റൂം. ഇവിടെ നമ്മളന്ന് വന്നാണ്ട് പിന്നെ കൺസീലിന് മുമ്പ് പൈപ്പൊക്കെ അടിച്ച് പോയത്. കുട്ടിയൊക്കെ ഇട്ട് പെയിന്റിങ്ങിനെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം ഉണ്ട്, പ്ലംബിംഗ് ആണ്. ഇവിടെ പുറത്ത് ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ചെയ്യാണ്ട് സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. വാ ഇവിടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിക്കടൊക്കെ ബീഡേ റൂമിനുള്ളിൽ ഷോപ്പ് ഏരിയയിലാണ്
ഇത് ഷോപ്പ് ഏരിയയാണ്. ഇവിടെ കുറേ പ്ലഗും കാര്യങ്ങളും ചെയ്യാണ്ട്. ഇവിടെ സെപ്പറേറ്റ് ഡി ബി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ഡി ബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പ് ചെയ്തു പോയ വർക്ക് കേട്ടോ. ടാങ്കൊക്കെ പ്ലംബിങ് ചെയ്യാൻ കേട്ടോ. ടാങ്കൊക്കെ വന്നിട്ടുണ്ട്. പൈപ്പ് ലൈൻ അവിടെ ഇതൊരു ഹാളാണ്. അങ്ങനെ നമ്മൾ ഡി വി വരുന്നത്. ഇപ്പോൾ നേരെ പോയാൽ ഇങ്ങോട്ട് കിച്ചണാണ്. നേരെ ഇവിടെ കിച്ചണാണ്. അപ്പോൾ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോകണം. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ബോർഡ് ഉണ്ട്. പിന്നെ ഒരുപാട് പ്ലഗുകൾ ഉണ്ട് കേട്ടോ. സിങ്ക് ചെയ്യാണ്ട്. കേട്ടോ കിച്ചൺ നേരെ പുറത്തിറങ്ങിയാലോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. പുറത്ത് തന്നെ നമുക്ക് ഒരേ പ്ലഗും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ വാഷിംഗ് മെഷീൻ മറ്റു ബാത്റൂം ഉണ്ട്. പിന്നെ പുറത്ത് നമ്മളൊരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട്. അവിടെ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. ഇവിടെ വേസ്റ്റ് കുഴി കിട്ടാം. പ്ലംബിംഗ് ഒക്കെ ചെയ്യാണ്ട് ഇവിടെ. വേസ്റ്റ് കുഴി ഇതാണ് കിണർ. ഇവിടുത്തെ കിണർ വളരെ ചെറുതായിരിക്കും. പുറത്തൊരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ചോരൊക്കെ വെച്ചാണ് ഇതിനുള്ളിൽ ഓരോ പൊടി ഉണ്ട്. അതേമാതിരി നേരെ കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് വേറെ റൂം കൂടി ഉണ്ട്. ബെഡ്റൂം. ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വന്നാണ്. പിന്നെ പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും സാനിറ്ററി വയറും ഒക്കെ ഉണ്ട് ഇവിടെ. ബോർഡിന് ഇവിടെ ടി യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ബെഡ് സെൻറ്ററിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ രീതിയിൽ സെറ്റപ്പ് ഒക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതിനൊരു ബാത്റൂം ഉണ്ട് ഇവിടെ കേട്ടോ. വലിയ ബാത്റൂം, അത്യാവശ്യം സൗകര്യമുള്ള ബാത്റൂം. അപ്പം ഇതാണ് ഇവിടെ ചെയ്യാനുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എടുക്കുന്നുണ്ടാവും. ഇവിടുത്തെ വ്ളോഗ് ഉണ്ടാവും. ദ്വീപുകൾ എങ്ങനെയാണ്, ദ്വീപ് എങ്ങനെയാണ്, ദ്വീപിൻ്റെ വിശേഷങ്ങളും ദ്വീപിലെല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പങ്കുവെക്കും. എന്നാൽ ശരി, ഓക്കെ, താങ്ക് യു.